നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത. കോട്ടയത്ത് ഫാക്ടറിക്ക് നേരെ അജ്ഞാതന്റെ ആക്രമണം. ഫാക്ടറി പൂർണ്ണമായും കത്തി നശിച്ചു. 200ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഫാക്ടറിയാണ് അഗ്നിക്കിരയാക്കിയത്. അക്രമിയെ നേരിൽ കണ്ട നാട്ടുകാർ അയാൾക്ക് അമാനുഷിക ശക്തിയുണ്ടെന്ന് സംശയിക്കുന്നതായി പറഞ്ഞു. പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് അക്രമിയെ എത്രയും വേഗം പിടികൂടുവാൻ പോലീസുകാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ലഭ്യമാകുന്നതനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നതാണെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ആൻഡ്രോമേഡ എന്നെൻ്റെ പ്ലാനറ്റ് ഹാബിറ്റാറ്റബിൾ അല്ലാണ്ടായപ്പോഴാണ് ഞങ്ങൾ മറ്റൊരു ഗ്രഹം തേടി എർത്തിലെത്തിയത്. ഇവിടെ എത്തിയതിനു ശേഷം എൻ്റെ കൂടെ വന്നവർക്കൊന്നും എർത്ത് ഇഷ്ടമായില്ല. പക്ഷേ എനിക്കിഷ്ടമായി. ഇവിടുത്തെ എയർ, നേച്ചർ, ക്രീച്ചേഴ്സ് എല്ലാം വളരെ 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 പുതുമ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ ജീവിക്കാൻ തീരുമാനിച്ചു. ഈ ഹ്യൂമൻസിൻ്റെയും അവരുടെ എവല്യൂഷനും കണ്ട് അവരിലൊരാളായി ഈ എർത്തിൻ്റെ ഒരു പാർട്ടായി ഞാൻ ജീവിച്ചു തുടങ്ങി. പക്ഷേ ഹ്യൂമൻസ് അവർ ഈ എർത്തിനെ നശിപ്പിക്കുകയാണ്. സ്വന്തം സെൽഫിഷ് ആയിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ ഈ എർത്തിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. ഞാൻ അതിനെതിരെ പൊരുതാൻ നോക്കി. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ ഇപ്പോൾ ഇതാ അവർ എൻ്റെ പിറകെയാണ്. കാരണം അവർക്ക് മനസ്സിലായി ഞാൻ ആരാണെന്നുള്ള സത്യം. Today is a sad day for Earth. ഭൂമിയിലെ അവസാനത്തെ മിന്നാമിന്നിയും ഇല്ലാതായിരിക്കുന്നു. This incident has been noticed from Mars, where humans are making efforts for a new home. ഭൂമി ഇപ്പോൾ വാസയോഗ്യമല്ലാതായി. It was never clear whether humans or aliens were responsible for Earth's destruction. But now, അധികൃതർ ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. ഭൂമിയെ നശിപ്പിക്കാൻ ശ്രമിച്ച അന്യഗ്രഹജീവികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. Scientists explain that the real threat to Earth comes from these aliens. ഒരു പുതിയ വീടിനായുള്ള ഹ്യൂമൻസിന്റെ സെർച്ച് ഇപ്പോൾ ഒരു റേസ് അഗൈൻസ്റ്റ് ടൈമാണ്.
Mission failed. The suspect is dead.